നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവർക്കുണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വീഡിയോയിൽ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങൾ, ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം, കൂടാതെ വ്യാഴം, ശനി, രാഹു, കേതു ഇവരെല്ലാം രാശി മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിൻ്റേതായ ചെറിയൊരു പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ വിഷുഫലത്തിൽ പറയുന്ന എല്ലാ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വരികയും നിങ്ങളുടെ ദോഷങ്ങൾ കുറയുകയും ചെയ്യും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. കൂടാതെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ വിഷയവും അടിസ്ഥാനമാക്കി പ്രാർത്ഥനയും പൂജയും നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പേരും നക്ഷത്രവും വിഷയവും എന്താണെന്ന്, നിങ്ങളിപ്പോൾ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നം, വീട് സംബന്ധമായ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ഇതെല്ലാം മാറുന്നതിനുവേണ്ടിയും അത് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പേരും നക്ഷത്രവും ആ വിഷയവും എന്താണെന്ന് ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അതിനുള്ള നേട്ടങ്ങൾ ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന കാലഘട്ടമാണ്. അത് സ്ത്രീയായാലും ശരി, പുരുഷനായാലും ശരി, നിങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള ആളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വളരെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനത്തിൻ്റെ പേരിൽ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളുടെ വാക്കുകളും ബന്ധുക്കളുടെ വാക്കുകളും കേട്ട് അകലുകയും പിരിയുകയും എല്ലാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടി പരിഗണനയിൽ എടുക്കേണ്ടതാണ്. കാരണം നിസ്സാര കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളിലും പിരിയുക, അകലുക എന്നെല്ലാം ഉണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോൾ എടുത്തുചാട്ടം മൂലമാണ് പല പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. അതൊന്ന് നിയന്ത്രിക്കുക. നമ്മളാണ് വലുത്, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണ് തെറ്റ് ചെയ്തത്, ഞാൻ ശരിയാണ് ചെയ്തത്, ഇങ്ങനത്തെ ചിന്താഗതിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ക്ഷമയില്ലാതെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ക്ഷമിക്കുക, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ക്ഷമയില്ലാതെ ഓരോ പ്രവൃത്തിക്കും ക്ഷമയില്ല. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെയാണ് നിങ്ങൾ ജീവിതത്തിൽ വലിച്ചു കഴിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. തിരിച്ചൊരു സോറി പറയുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെന്ന് സമ്മതിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന കുടുംബ പ്രശ്നങ്ങൾ മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നുള്ളൂ. പരസ്പരം അല്പം തൻ്റെ ഇടവും അഹങ്കാരവും എല്ലാം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അടിമയാക്കി കാണുക, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുക, അയാൾ നമ്മളുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിലുള്ള പരിഗണന പോലും കൊടുക്കാതെ സംസാരിക്കുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാവർക്കും മനസ്സും അല്ലെങ്കിൽ സന്തോഷവും ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾ കുടുംബജീവിതത്തിൽ വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക, സോറി പറയുക, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക. ഞാനാണ് വലുതെന്ന് ആര് അവിടെ കണക്കാക്കുന്നു അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം സംസാരം, എടുത്തുചാട്ടം നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ നല്ലൊരു ജീവിതം, സന്തോഷകരമായ ജീവിതം നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ വളർത്തിയെടുക്കുവാൻ സാധിക്കും. നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടായാലും എന്തൊക്കെ സന്തോഷമുണ്ടായാലും കുഞ്ഞുങ്ങൾ കൂടെയുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുവാൻ വേണ്ടി വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്രയും വിശദമായി കാര്യങ്ങൾ പറയുവാൻ കാരണം ചെറിയ ദോഷമല്ല കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർഷക്കാലഘട്ടം വളരെ
നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. തൊഴിലിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറുവാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. മാനസികപരമായ സന്തോഷം വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കടമിടപാടുകളുണ്ട്, അതായത് സാമ്പത്തികപരമായ കടങ്ങൾ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവ കൃത്യമായി കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുക, എനിക്ക് ഈ ഒരു മാസം തരാൻ പറ്റില്ല, അടുത്ത മാസം തരാം എന്ന്. അല്ല ഞാൻ തരും എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ വെറുതെ വിഷമിപ്പിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരു വാക്കാണ്, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അടുത്ത ആഴ്ച തരാം എന്ന് പറയും. പക്ഷേ ഈ ഒരു വാക്കിൻ്റെ ബലത്തിൽ എതിരെ നിൽക്കുന്ന ആൾ ഒരുപാട് പ്രതീക്ഷകൾ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ധനം കിട്ടിയതിന് ശേഷം അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് കിട്ടാതെ വരുമ്പോൾ അത് ഒരുപാട് വിഷമിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം വാക്കുകൾ പറയുക, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ജോലിയിൽ നേട്ടമുണ്ടാകും. വിദേശത്ത് വിദ്യാഭ്യാസം നടത്തണം എന്നാഗ്രഹിക്കുന്നവർക്കും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. വിദേശ ജോലിക്ക് നേട്ടമുണ്ടാകും, വിദ്യാഭ്യാസത്തിന് നേട്ടമുണ്ടാകും, വിദേശ യാത്ര പോകുവാൻ സാധിക്കും, വിദേശത്ത് കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ സാധിക്കും. അങ്ങനെ എല്ലാം സന്തോഷങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ബന്ധുജനങ്ങളുടെ ഗുണവും സന്തോഷവും സുഖവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. മാതാവിൻ്റെയോ മാതാവിൻ്റെയോ അമ്മാവൻ്റെയോ അതുമാത്രമല്ല നമ്മൾ അമ്മാവനായി കാണുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി ആരോഗ്യപരമായിട്ടുള്ള ചിലവുകൾ നമുക്ക് കൂടുതലായി വേണ്ടി വരും. തൊഴിൽ രംഗത്ത് അന്യരെ ഇടപെടുത്താതിരിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, സാമ്പത്തിക ഇടപാടുകളിൽ ഒരു പാർട്ട്ണറെയും ഉൾപ്പെടുത്തരുത്. കാരണം അത് വലിയൊരു വിപത്തിലേക്ക് പോയി വീഴുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ബിസിനസ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മറ്റാരെങ്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇല്ലാത്ത പക്ഷം ഒരുപാട് വിഷയങ്ങൾ വരികയും ബിസിനസ് എതിരെ നിൽക്കുന്ന ആളുടെ കയ്യിലാകുകയും അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും ധനം കളവ് പോവുകയോ മോഷണം പോവുകയോ പറ്റിക്കപ്പെടുവാൻ എല്ലാം സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. പഠനത്തിലും ജോലിയിലും നിങ്ങൾക്കുണ്ടാകുന്ന അലസത മടിയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. സൽക്കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് ധനവും നിങ്ങൾ ചിലവാക്കുക തന്നെ ചെയ്യും. വിവാഹം അതിൻ്റെ വാക്കുറപ്പിക്കൽ വരെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതായത് എത്തിച്ചേർന്നിട്ട് മുടങ്ങും എന്നല്ല, എത്തിച്ചേരുക, അതായത് അതിൻ്റെ നിശ്ചയമോ അല്ലെങ്കിൽ ജാതകം കൈമാറുന്നൊരവസ്ഥയോ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അത് വിവാഹത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കുടുംബജീവിതം സംബന്ധിച്ചിടത്തോളം വിവാഹം സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ, വിവാഹം നടക്കാതിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിലെത്തിച്ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അതിൽ ചിലവുകൾ വരാനോ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ ജീവിതത്തിൽ കൂടുതലായി വേണ്ടി വരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ യാത്രകൾ ധൈര്യമായി ചെയ്തുകൊള്ളൂ. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഫലം ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. സഹപ്രവർത്തകരിൽ നിന്നും മനോവിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. ഈ ഒരു നമ്മുടെ വിഷു കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് കൂടെ നിൽക്കുന്നവരിൽ നിന്നുള്ള മനോവിഷമം ഉണ്ടാകുന്ന പ്രവൃത്തികൾ വരുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായം വർദ്ധിച്ചു വരുന്ന ഒരു സമയം തന്നെയാണ്. ഗൃഹനിർമ്മാണം പുരോഗതിയിലോട്ടെത്തിക്കുവാൻ സാധിക്കും. ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടി വരും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ഇടപഴകുകയും സന്തോഷകരമായി സൗഹൃദം പങ്കുവയ്ക്കുവാനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലത് തന്നെയായിരിക്കും.